നമസ്കാരം. അത്തം 10 പായസം ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യാക്ഷരം കുറിച്ചത് അരിയിലായിരുന്നു. അന്നത്തിന് അക്ഷരവുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. അതിനാൽ അക്ഷരമുറ്റത്ത് നിന്ന് തന്നെ പായസത്തിന്റെ ഈ മധുരവും നമുക്ക് ആരംഭിക്കാം. PDDP ഐസ്ക്രീംസ് അവതരിപ്പിക്കുന്ന അത്തം 10 പായസവുമായി നമ്മളിന്ന് മലയാറ്റൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുത്തെ കൂട്ടുകാർ നമുക്ക് വേണ്ടി ഇന്ന് പായസം ഒരുക്കുന്നു. പായസത്തിന്റെ മധുരവുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ള ഈ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഏഞ്ചൽ മരിയ ജേക്കബ്. ഞാൻ സെന്റ് തോമസ് HSS മലയാറ്റൂരിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് നീലീശ്വരത്ത്. എൻ്റെ പേര് ആഷ്ന സേവ്യർ. ഞാൻ സെന്റ് തോമസ് HSS സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അനഘ വർഗീസ്. ഞാൻ സെന്റ് തോമസ് HSS സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട് എല്ലിത്തോട്. എൻ്റെ പേര് അശ്വിൻ ബിജു. ഞാൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവരിൽ നിന്ന് നമുക്ക് വേണ്ടി ഇന്ന് പായസം തയ്യാറാക്കുന്നത് ഏഞ്ചൽ മരിയ ജേക്കബ് ആണ്. ഏഞ്ചൽ മരിയ ജേക്കബിനോട് നമുക്ക് ചോദിക്കാം ഏത് പായസമാണ് ഇന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കുക, നമ്മളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം. ഏവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം അവൽ ക്രിസ്പി പായസമാണ്. അതിനാവശ്യമായ വിഭവങ്ങൾ: അവൽ, വെള്ള അവലാണ്, തേങ്ങാക്കൊത്ത്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, ഏലക്ക, കിസ്മിസ്, PDDPയുടെ പാലാണ് നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അവൽ ക്രിസ്പി പായസത്തിന് ആവശ്യമായ വിഭവങ്ങൾ. ഇട്ടു. നമുക്ക് വേണ്ടത് കിസ്മിസ് ആണ്. ആവശ്യമായ കിസ്മിസ് നമുക്കിടാം. കിസ്മിസ് നല്ല ബ്രൗണിഷ് കളർ ആവുന്നോടെ വരെ നമുക്ക് ഇളക്കാം. നമുക്ക് ശരിക്കും ബ്രൗണിഷ് കളർ ആവുന്നോടെ വരെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കിസ്മിസ് ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അവൽ ഇടാൻ പോവാണ്. ഈ അവലിനി നല്ല ക്രിസ്പി ആവുന്നതോടെ വരെ നമുക്ക് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. നമ്മൾ വീടുകളിൽ അവൽ വെച്ച് അവലും ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത് ഒരു വ്യത്യസ്തമായിട്ട് ഒരു പായസമാക്കി ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്ന ഈ അവലിന് പൗരാണികമായൊരു പശ്ചാത്തലമുണ്ട്. കൃഷ്ണനെ കാണാൻ കുചേലൻ ചെന്നപ്പോൾ കൃഷ്ണന് അവലാണ് സമ്മാനമായി കൊടുത്തിരുന്നത്. ഈ അവലിൽ നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, പാല് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിനി കുറച്ച് നെയ്യ് ചേർക്കാം, കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അവലായതുകൊണ്ട് എല്ലായിടത്തേക്കും സ്പൂൺ ചെല്ലുന്ന മാതിരി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അവൽ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി മാതിരി ടൈപ്പിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി അടുത്തത് പാൽ ഒഴിക്കാം. കാരണം പാല് നമ്മൾ PDDPയുടെ പാലാണ് നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ പാലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അവലിലേക്ക് പാൽ ഒഴിക്കാം.
കുറച്ച് പാൽ നമുക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അവസാനം കുറുകി പോയാൽ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കേണ്ടതാണ്. അവലിലേക്ക് നമ്മൾ പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അവല് നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പാല് ഒന്നുകൂടെ ഒഴിക്കാം. പാൽ നന്നായി തിളയ്ക്കുന്ന പോലെ തോന്നുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. എന്നാലും കുറച്ച് നല്ല ടേസ്റ്റി മധുരം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ അത് നല്ലതായിരിക്കും. മധുരം നമുക്ക് ആവശ്യമുള്ള പോലെ യൂസ് ചെയ്യാം. കൂടുതൽ മധുരം ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് കൂടുതൽ മധുരം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മധുരം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മിൽക്ക് മെയ്ഡ് ഇല്ലെന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര ഉപയോഗിച്ചാണെങ്കിലും ഇതുണ്ടാക്കാം. അപ്പോൾ കുറച്ച് പഞ്ചസാര ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാണ്. വളരെ കുറച്ച് മതി, നല്ല മധുരം ഉണ്ടാവും. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ച ഏലക്ക നന്നായിട്ട് ഇളക്കണം. എല്ലായിടത്തും എത്തുന്ന മാതിരി ഇളക്കി കൊടുക്കണം. ഏലക്ക ഇട്ടപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ കാഷ്യൂവും കോക്കനട്ടും നമുക്ക് ചേർക്കാം. നമ്മൾ പായസത്തിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് കിസ്മിസും തേങ്ങയൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. കുറുകി പോയ പാൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ അവല് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നമുക്ക് ഈ സ്കൂളിലെ ഒരു അധ്യാപകനെ നമുക്ക് ക്ഷണിക്കാം. ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ, സ്കൂളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അധ്യാപകനുമായിട്ടൊന്ന് സംസാരിക്കാം. ഒരു കുക്കറി ഷോയുമായി മലയാറ്റൂർ സെൻറ് തോമസിലേക്ക് കടന്നു വന്ന ക്ലിയർ വിഷൻ അധികൃതർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും സ്വാഗതം പറയുകയാണ്. പരമ്പരാഗത ശൈലിയിൽ നിന്ന് വിദ്യാഭ്യാസം ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാറ്റൂർ സെൻറ് തോമസ് സ്കൂളിലും ഇതിൻ്റെ അലയലികൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. സ്കൂളിൽ പ്രവർത്തിക്കുന്ന NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, റെഡ് ക്രോസ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെല്ലാം കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളെക്കാളുപരി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കുന്നതിനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് പഠന പ്രവർത്തനങ്ങളെക്കാളുപരി പാഠ്യേതര പ്രവർത്തനങ്ങളിലുള്ള മികവ് കുട്ടികളെ അവരുടെ പ്രവർത്തനങ്ങളിൽ, ഭാവിയിലുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നതിന് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് തങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റിയെ കൂടുതൽ ഉണർത്തുന്നതിനും അവരിലുള്ള വൈദഗ്ധ്യം തിരിച്ചറിയുന്നതിനും ഇടയാക്കും. തീർച്ചയായിട്ടും അവരുടെ ക്രിയേറ്റിവിറ്റിയെ വളർത്തുന്നതിന് ഇങ്ങനെയുള്ള ഷോകൾ വളരെ ഉപകാരപ്രദമായിരിക്കും. വിറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ഒരു സ്വാദിഷ്ടമായ വിഭവമാണ് നമുക്കിന്നിവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവൽ പായസം ഇന്നിവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഇത് സെർവ് ചെയ്യാം.
അവൽ ക്രിസ്പി പായസം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുള്ള അവൽ പായസം റെഡിയായിരിക്കുകയാണ്. ഈ പരീക്ഷാ സമയത്ത് ഞാനൊരു വലിയ റിസ്ക് തന്നെ എടുക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പായസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി രുചിച്ചു നോക്കാൻ പോവാണ്. നല്ലതായിരിക്കുമെന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെ ഏഞ്ചലെ നോക്കാമല്ലോ അല്ലേ? ഞാൻ സൂപ്പർ എന്നൊക്കെ കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും കാണിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. എന്താണെങ്കിലും വളരെ മനോഹരമായ സ്വാദിഷ്ടമായ, നമുക്കറിയാം വെള്ളം ചേർക്കാത്തൊരു ഇതായതുകൊണ്ട് തന്നെ ഏറ്റവും രുചികരമായിട്ടുള്ളൊരു പായസമായിരിക്കും ഇത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ടേസ്റ്റ് കൊണ്ട് വായൊക്കെ പറയുന്നതൊക്കെ മാറിപ്പോവാണ്. അത്ര ടേസ്റ്റോട് കൂടി നമുക്ക് വേണ്ടിയിട്ട് പായസം തയ്യാറാക്കിയ ഏഞ്ചലിനും കൂട്ടുകാർക്കും ഒത്തിരി ക്ലിയർ വിഷൻ ചാനലിൻ്റെ വക, ക്ലിയർ വിഷൻ ചാനലിൻ്റെ പേരിൽ ഒത്തിരി നന്ദി പറയുകയാണ്. ഏഞ്ചലെ സൂപ്പറായിരിക്കുന്നു പായസം കേട്ടോ. വളരെ സ്വാദിഷ്ടവും ഈസിയുമായ പായസമാണിത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. PDDP ഐസ്ക്രീംസ് അവതരിപ്പിച്ച അത്തമ്പത്ത് 10 പായസത്തിലെ ആദ്യത്തെ എപ്പിസോഡിലെ അവൽ പായസം നിങ്ങൾക്കേവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അറിവിന്റെ മധുരം. അറിവിന്റെ മധുരത്തിൽ ഇന്ന് നമ്മുടെ താരതമ്യത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളാണ് നമുക്ക് വേണ്ടി പായസം ഒരുക്കിയത്. നമ്മുടെ വിദ്യാർത്ഥികളെ നാം മറ്റാരെങ്കിലുമൊക്കെയായി കമ്പയർ ചെയ്യാറുണ്ടോ, താരതമ്യപ്പെടുത്താറുണ്ടോ? ഈ താരതമ്യം നല്ലതാണോ? താരതമ്യം നല്ലത് തന്നെ, പക്ഷേ അത് മറ്റുള്ളവരുമായി ആകരുത് എന്ന് മാത്രം. നമ്മുടെ താരതമ്യം നമ്മോട് തന്നെയാകണം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോടാകണം. പ്രിയമുള്ളവരെ, താരതമ്യത്തെക്കുറിച്ച് നമുക്കിങ്ങനെ ചിന്തിക്കാം. നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? നാം എത്തിപ്പെടേണ്ട അവസ്ഥ എന്താണ്? അങ്ങനെയെങ്കിൽ ആ എത്തിപ്പെടേണ്ട അവസ്ഥയിലേക്ക് നാം ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, ഇനി എങ്ങനെ ജീവിക്കണം എന്ന താരതമ്യമാണ് നാം നടത്തേണ്ടത്. അതാകട്ടെ ഇന്നത്തെ അറിവിൻ മധുരം. താരതമ്യ പഠനം എന്നും നമ്മോട് തന്നെ. നാം എന്തായിരിക്കുന്നു, എന്താകണം, അതിനനുസരിച്ച് നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് കണ്ടെത്താം. അത്തമ്പത്ത് 10 പായസത്തിന്റെ ഈ ഒരു അധ്യായം ഈ വിദ്യാലയത്തിൽ പൂർത്തിയാകുമ്പോൾ നാളെ മറ്റൊരു സ്ഥലത്ത് മറ്റു സുഹൃത്തുക്കളുമായി മറ്റൊരു പായസവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇന്നു മുതൽ തിരുവോണ നാൾ വരെ വ്യത്യസ്തമായ പായസങ്ങളുമായി ഞാൻ നിങ്ങളുടെ കുടുംബ സദസ്സുകളിൽ എത്തുന്നതാണ്. വൈകിട്ട് കാണാൻ മറക്കരുത് അത്തമ്പത്ത് 10 പായസം. ഗുഡ് ബൈ.